സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹമൊന്നിനും അറിയിച്ചുകൊണ്ട് വേറൊരു ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രീഫ് ബൈബിൾ സ്റ്റഡി ഇട്ടതായിരുന്നു. അപ്പോൾ ചില ആളുകൾ എന്നോട് അതിൻ്റെ ബാക്കി കൂടി ഇടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി ഉടനെ ഇടാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പം. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇതങ്ങ് മറന്നു പോകും. അപ്പോൾ ഇനി ഇത് മുഴുവൻ ഇട്ടിട്ട് വേണം രണ്ടാമത് അതിൻ്റെ ബാക്കി ഇടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ സ്ലോട്ടിൽ അതിൻ്റെ ബാക്കി കൂടി ഇട്ട് കളയാമെന്ന്. ഇസ്രായേലിനെ വിളിച്ചു വരുത്തിയാകും. അവൻ്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായിരിക്കും, അത് കത്തും. ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഇതൊരു പ്രവചനമാണ്, ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഗോഡ്സ് വേർഡ് ഈസ് ടൈംലി ഇൻ ഇറ്റ്സ് ഗിവിങ് ആൻഡ് ടൈംലെസ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നാണ്. ടൈംലി ഇൻ ഇറ്റ്സ് ഗിവിങ് ആൻഡ് ടൈംലെസ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾ, അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ മുഖത്ത് ദൈവം അവരോട് സംസാരിക്കുന്നത്, അപ്പോൾ അവർക്ക് കേൾക്കണമെന്ന് അവരാഗ്രഹിക്കുന്ന, അവർക്കാവശ്യമായ ഏറ്റവും അത്യുത്തമമായ വാക്കുകളായിരിക്കും അത്. അതുകൊണ്ടാണ് ടൈംലി ഇൻ ഇറ്റ്സ് ഗിവിങ് എന്ന് പറയുന്നത്. ഗോഡ്സ് വേർഡ് ഈസ് ടൈംലി ഇൻ ഇറ്റ്സ് ഗിവിങ്. അപ്പോൾ തന്നെ ടൈംലെസ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ സമാനമായ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഒരു കൂട്ടം ജനത്തോട് അരുളി ചെയ്ത ആ വചനങ്ങൾ, അന്ന് അവർക്കത് എത്ര ആപ്ലിക്കബിൾ ആയിരുന്നോ അത്രയും ആപ്ലിക്കബിളാണ് എക്കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലായിടത്തും. അതുകൊണ്ടാണ് ഗോഡ്സ് വേർഡ് ഈസ് ടൈംലി ഇൻ ഇറ്റ്സ് ഗിവിങ് ആൻഡ് ടൈംലെസ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവവചനത്തിന് 2 പ്രത്യേകതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാന്ന് അങ്ങനെ അറിയാം. വിശുദ്ധ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശരിയാന്ന് എന്തോ തെളിവ്? 2 തെളിവുകൾ എപ്പോഴും വേദപുസ്തകത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് നിൽക്കും. There are 2 evidences that always confirm that the word of God is right. It is nothing but right. It cannot be anything but right. ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അത് എപ്പോഴും ശരിയാ. അത് ശരി മാത്രമാണ്, അതിന് മറ്റൊന്നും ആകാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. എന്തോ എവിഡൻസ്? ഒന്ന്, ഹിസ്റ്ററി ഈസ് ദി എവിഡൻസ്. ലോക ചരിത്രം ദൈവവചനത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ലോക ചരിത്രം ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പ്രൊഫറ്റിക് ആയിരിക്കണം, പ്രവചനമായിരിക്കണം. പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചരിത്രമാണ് വേദപുസ്തകം ശരിയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സ്വർഗത്തിൽ സംഭവിച്ച വളരെ കുറച്ച് കാര്യങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ഈ ഭൂമിയിൽ സംഭവിച്ചതാണ്. ഈ ഭൂമിയിൽ സംഭവിക്കും എന്ന് പറയുമ്പം പണ്ട് എങ്ങോണ്ടുള്ളത് ഒരിടത്ത് എന്നൊന്നും പറയാനൊക്കത്തില്ല. ഇന്നയിടത്ത് ഇന്ന സ്ഥലത്ത് എന്ന് പറയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് ആകാശം വരെ കയറിപ്പോണ്ട.
ഈ മണ്ണ് മാന്തിയാൽ മതി. ഈ മണ്ണ് മാന്തിയാൽ വേദോസ്തത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുള്ളതിൻ്റെ തെളിവ് കിട്ടും. ഇതിൻ്റെ ബേസിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ, ആഴത്തിൽ കുഴിച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഈ മണ്ണ് കുഴിച്ചാൽ ദൈവവചനത്തിൻ്റെ എവിഡൻസ് ഉണ്ടെന്നുള്ളതിന്, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എവിഡൻസ് ഉണ്ടെന്നുള്ളതിന്. ഇതുമായിട്ട് കോണ്ടക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരു കാര്യം ഞാൻ പറയാം. ഈ നെഗേവ് മരുഭൂമി, അതായത് ഇസ്രയേലിൻ്റെ യെരുശലേമിൻ്റെ തെക്ക് കിഴക്കായിട്ടുള്ള നെഗേവ് മരുഭൂമി. നെഗേവ് മരുഭൂമിയിൽ, മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത മരുഭൂമിയാണ്. അവിടം കുഴിച്ച് 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 12,200-3,000 മീറ്റർ അടി ചെന്നപ്പോൾ അവിടെ വലിയ ജല തടാകമാണ് കണ്ടെത്തിയത്. വലിയ ജല തടാകം. ഞാൻ എൻ്റെ റിസർച്ച് മെറ്റീരിയലിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തിനെ കുറിക്കുന്നറിയാമോ? ആഡമിക് വേൾഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ ഭൂമിയുടെ എക്സിസ്റ്റൻസിനെയാണ്. ആഡമിക് വേൾഡിന് മുമ്പ് ഈ ഭൂമി ഉണ്ടായിരുന്നു. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവിനെയാണ്. അപ്പോൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരുപോലെ തെളിവ് നൽകുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് സംശയിക്കാതെ വിശ്വസിക്കാൻ കഴിയും. ഈ വിദ്യാഭ്യാസ മനുഷ്യൻ കൂടി വരുമ്പോൾ, അറിവ് കൂടി വരുമ്പം രണ്ട് തരം ആളുകൾ ഉണ്ടാകും. ഒരു കൂട്ടം ആളുകൾ ഈ അറിവ് മുഴുവൻ വെച്ച് നോക്കുമ്പം ഒരു ദൈവമുണ്ടെന്നും ഒരു ദൈവമാണ് ഇതിൻ്റെ പിന്നിലെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേറെ ഒരു തെളിവും വേണ്ട. അവർ കണ്ണടച്ച് പോഷനെ പോലെ പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിക്കുക. എന്നെ സംബന്ധിച്ചാൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ ദൈവവചനം മുഴുവൻ ശരിയാണ്. അങ്ങനെ അങ്ങ് വിശ്വസിച്ചേക്കുക, മുഴുവൻ ശരിയാണ്. ഇനി അതിനകത്തൊരു മാറ്റമില്ല. ഈ ട്രാൻസ്ലേറ്റേഴ്സൊക്കെ തെറ്റുവരുത്തുമല്ലോ, ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റി പറയുമ്പം. അത് തെറ്റ് പറയുമ്പോൾ ട്രാൻസ്ലേറ്റർ വഴക്ക് പറയാനാണ് ഞാൻ ട്രാൻസ്ലേഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ തെറ്റില്ല. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവർ വിദ്യാഭ്യാസം ചെയ്യുന്നതോറും ദൈവവചനത്തിലുള്ള വിശ്വാസം കൂടിക്കൂടി വരും. മറ്റൊരു വിഭാഗം ആളുകൾ വലിയ വേൾഡിൽ നോളജ് കയറ്റി കഴിയുമ്പോഴത്തേക്ക് ദൈവമൊന്നുമില്ലെന്ന്, എവിടെ നിന്നിട്ടാ, ബൈബിളൊക്കെ ചുമ്മാ കഥയാണ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു പോയ ഒരാളായിരുന്നു ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഈജിപ്റ്റോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡേവിഡ് റോൾസ്. ഡേവിഡ് റോൾസ് ഒരിക്കൽ, പുള്ളിക്ക് വിശ്വാസമില്ല ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ ശരിയാണോ, ലോകത്ത് നടന്ന കാര്യമോ അന്നോ, അതിന് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയാൽ എവിഡൻസ് കിട്ടുമോ എന്നറിയുന്നതിനോട് കുഴിച്ചു പോയി. ഈജിപ്തിൽ പോയി. ഈജിപ്റ്റ് മുതൽ ഇദ്ദേഹം മണ്ണുമാന്തം തുടങ്ങി. മണ്ണുമാന്തി മാന്തി 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 അവസാനം ഒരു സീരീസ് ഓഫ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് BBC കൊണ്ടുവന്നത് പബ്ലിഷ് ചെയ്തു. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുടെ 87% അതുപോലെ അങ്ങനെ നിലനിൽക്കുന്നു. അപ് ടു 92% നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല കണ്ടെത്താം. 97% വരെ നമുക്ക് ഏതാണ്ട് ആക്സസ് ചെയ്യാം. അതിനർത്ഥം ഇത് മുഴുവൻ ശരിയാണെന്നാണ്. ഏതെന്തോട്ട് ഇരുന്ന ലൊക്കേഷൻ മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഈജിപ്റ്റോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരുപാട് കണ്ടെത്തലുകൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് ലണ്ടനിൽ. അതിലൊരുപാട് കാര്യങ്ങളും പോയി നേരിട്ട് കാണാൻ, വർഷങ്ങൾ നേരിട്ട് കാണാൻ എൻ്റെ റിസർച്ച് ടൈമിൽ എനിക്ക് ഇടയായിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യും. പക്ഷേ നമ്മുടെ ടോപ്പിക്സിലൊക്കെ വരാൻ പോവാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞത് ഈ റെഫറൻസ് പറഞ്ഞായിരിക്കും എൻ്റെ ഈ ഇത്ര ചെറുതാകാൻ സാധ്യതയില്ല. അരമണിക്കൂർ വരും ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിക്കാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയാകും. അവൻ്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായിരിക്കും.
അത് കത്തും ഒറ്റ ദിവസം കൊണ്ട്, വൺ ഡേ. അതിൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ചു കളയും. അങ്ങനെ സംഭവിച്ചോ? ഡിഡ് ഇറ്റ് റിയലി ഹാപ്പൻ? അങ്ങനെ എന്താ സംഭവിച്ചത്? എവിടെയാ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? എനി എവിഡൻസ് ഫോർ ഇറ്റ്? അതിനെപ്പറ്റി ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ഏറെ വർഷങ്ങൾ പിന്നിലേക്ക് പോകണം കേട്ടോ. ഏതാണ്ട് ആദ്യത്തെ വാക്യം, ഞാൻ ഈ പറഞ്ഞ വാക്യം സംഭവിക്കുന്ന അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം വന്ന് ഞാൻ പറഞ്ഞു, അശൂർ രാജ്യം വന്ന് ഇസ്രയേലിനെ അടിമകളായി കൊണ്ടുപോവുകയും യഹൂദയെ ഞെരുക്കുകയും ചെയ്തു. യഹൂദയെ ഞെരുക്കുകയും ചെയ്തപ്പോൾ യഹൂദയോടുള്ള അരുളപ്പാടാണത്. അപ്പോൾ യഹൂദയെ ഞെരുക്കി യഹൂദ ദൈവത്തോട് കരഞ്ഞു. ദൈവത്തോട് കരഞ്ഞു. അത് കഴിഞ്ഞ് യെരുശലേമിലെ ഒരു ഹിസക്കായ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ഹിസ്കിയ എന്നൊരു രാജാവുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇയാള് ധീരനാണെങ്കിലും പേടിത്തൊണ്ടനാണ്. ബുദ്ധിയുണ്ടെങ്കിലും മണ്ടത്തരങ്ങളും കാണിച്ചു പോകും. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എൻ്റെ ഒരു കഥാപാത്രമാണെന്ന്. ബുദ്ധിയുണ്ടെന്നൊക്കെ ചിന്തിക്കും, പക്ഷെ കാണിക്കുന്ന നോക്കം മണ്ടത്തരമാണ്. ഇതുപോലൊരു കഥാപാത്രമാണ് ഈ ഹിസ്കിയാവ്. അദ്ദേഹം രാജാവായി. ഇപ്പൊ രാജാവായപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, വലിയ അശൂർ സൈന്യം എന്നൊരു വലിയ രാജ്യം അപ്പുറത്തുണ്ട്. അപ്പൊ ഈ അശൂർ രാജാക്കന്മാർ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കട പൂട്ടും, നമ്മുടെ ഗതികേടാണ്. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ടങ്ങ് പോയേക്കാം. എങ്ങനെ? യുദ്ധത്തിന് പോവുകയല്ല, അവരെ അങ്ങോട്ട് ചെന്ന് കാണാം, അവർക്ക് കുറച്ച് കാഴ്ചയൊക്കെ കൊടുക്കാം, കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത്, അയ്യോ ഞാനൊരു പാവമാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, നമുക്ക് വഴക്കുണ്ടാകാതെ പോവാം, നിങ്ങൾക്ക് എന്തായാലും ഞാൻ അങ്ങോട്ടങ്ങ് തരാം, അപ്പം നമുക്ക് നല്ല രീതിയിൽ പൊക്കോളാമല്ലോ, എന്നെ വന്ന് ഉപദ്രവിക്കുകയും ചെയ്യരുത്, ഞാൻ നിങ്ങൾക്ക് എന്തോ വെച്ച് തരാം എന്ന് പറഞ്ഞ് ഇയാൾ അശൂർ രാജാക്കന്മാരുമായിട്ട് ചില ഈ ഉടമ്പടികളൊക്കെ ഉണ്ടാക്കി അവർക്ക് കപ്പം കൊടുത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ ഉണ്ടാക്കി. അപ്പോൾ ഈ ഹിസ്കിയാവ് മറന്നുപോയൊരു കാര്യം, ദൈവം തൻ്റെ ജനത്തെ ഈ വാഗ്ദത്ത ഭൂമിയിൽ താമസിപ്പിക്കുന്നത് അവരുടെ സ്വന്തം നാടല്ലത്, ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ അവർക്കവിടെ വാസൽസ് ആയിട്ട് താമസിക്കാനുള്ള അധികാരമേ ഉള്ളൂ. നോട്ട് ദെയർ ഓൺ ലാൻഡ്. ലാൻഡിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അവിടെ അവരെങ്ങനെ ജീവിക്കണമെന്ന് ലാൻഡിൻ്റെ ഉടമസ്ഥനെ തീരുമാനിക്കേണ്ടത്. മോശയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ചെന്ന് താമസിക്കുന്ന ദേശത്തുനിന്ന് ചുറ്റുപാടുള്ള രാജ്യങ്ങളുമായി ഉടമ്പടി ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളും അവരും തമ്മിൽ യാതൊരു വിധമായ പീസ് ടോക്കുമില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിക്കാം. ഒരു രീതിയിലുള്ള പരസ്പര ബന്ധങ്ങളും നിങ്ങൾ അവരും തമ്മിലില്ല. നോ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായിട്ടങ്ങ് ജീവിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളെങ്ങാണ്ട് ജീവിച്ചാൽ അവർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അല്ല, ചിലപ്പം നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരും, അത് ഞാൻ പറയാം. അല്ല, നിങ്ങൾ അവരുമായിട്ട് ഒരിക്കലും ഒരു രീതിയിലും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ ഹിസ്കിയാവ് പോയി അശൂർ രാജാക്കന്മാരോട് കൂട്ടുകെട്ടുണ്ടാക്കിയത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്ന് ഈ പാവം വിചാരിച്ചില്ല. മിടുക്കനാകാൻ ശ്രമിച്ചതാ, സ്മാർട്ടാകാൻ ശ്രമിച്ചതാ. പലപ്പോഴും പറ്റുന്ന കുഴപ്പം, ഈ സ്മാർട്ടാകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങളും പറ്റും. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമക്കൾ ഈ ഭൂമിയിൽ ലോകവുമായിട്ടും പാപവുമായിട്ടും പിശാചുമായിട്ടും കോംപ്രമൈസ് ചെയ്ത്
ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നോ കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്, നോ കോംപ്രമൈസ് വിത്ത് ഡെവിൾ, നോ കോംപ്രമൈസ് വിത്ത് സിൻ. ഇവരുമായിട്ടൊക്കെ കോംപ്രമൈസ് ഉള്ള കുഴപ്പമെന്ന് അറിയാമോ? Those things you compromise, you will have to tolerate. നീ ഏതുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നോ അത് നീ ടോളറേറ്റ് ചെയ്യേണ്ടി വരും. Those things you tolerate will dominate. നീ ഏതിനെ ടോളറേറ്റ് ചെയ്യുന്നോ അത് നിന്നെ ഡോമിനേറ്റ് ചെയ്യും, അത് നിന്റെ മേൽ വാഴും. അതുകൊണ്ട് പാപം, ലോകം, പിശാച് നിന്റെ മേൽ വാഴുവാൻ നീ അനുവദിക്കരുത്. പാവം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുമാർ ഇനി വാഴരുത്, ഇനി വാഴരുത്. ഹിസ്കിയാവ് തെറ്റിച്ചു. പുള്ളി ആയിരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എന്നറിയാമോ, അശൂർ രാജാവായ സെൻഹെരീബിൻ്റെ കാലത്ത് സെൻഹെരീബ് വന്നു ഇദ്ദേഹത്തെ ആക്രമിക്കാൻ. ഈ സെൻഹെരീബ് എന്ന് പറഞ്ഞാൽ അശൂർ രാജാക്കന്മാരിൽ ഏറ്റവും പ്രബലനായ ഒരു രാജാവായിരുന്നു. സെന്നഖെരീബ് ദ സെക്കൻഡ് എന്നാണ് അയാളുടെ അപ്പൻ്റെ പേരെന്ന് തോന്നുന്നു. വെരി 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 പവർഫുൾ മാൻ. ഈ സെൻഹെരീബ് അതല്ല വേറൊരു പേര് ഞാൻ ഓർത്തിട്ട് പറയാം. ഈ സെൻഹെരീബ് he was the cruelest and the most powerful. ഈ അശൂർ രാജാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാളൊരു രാജ്യം ആക്രമിക്കുമ്പോൾ ആദ്യം ഇയാളുടെ പടയാളികളെ വിടും. പടയാളികൾ വിട്ടിട്ട് ആ രാജ്യത്തിൻ്റെ ചുറ്റും, ആ രാജ്യത്തിനകത്തോട്ടോ അല്ല അതിൽ നിന്ന് പുറത്തോട്ടോ ഒഴുകുന്ന ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവൻ അടച്ചു കളയും. ആദ്യം അവർ വെള്ളം കൂടി നിർത്തും. അത് കഴിഞ്ഞ ശേഷം രാജ്യത്തിന് ചുറ്റും പടയാളികളെ ആക്കും. പോക്ക് വരവ് നിരോധിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടണത്തിലുള്ള സാധനങ്ങൾ പുറത്തു പോകാനോ മറ്റുള്ള സ്ഥലത്തു നിന്ന് ആൾക്ക് സാധനങ്ങൾ ഇവിടെ വരാനോ സമ്മതിക്കാതെ, ഇപ്പം തന്നെ ഹോർമോസ് കടലിലൂടെ അടച്ചതുപോലെ ഇവന്മാരടച്ചു വെക്കും. ദേശത്ത് ദാരിദ്ര്യമാകും. ദേശത്ത് ദാരിദ്ര്യമാകുന്നുവെന്ന് കാണുമ്പോൾ ഇവർ ചെയ്യുന്നത് ആ ദേശത്തെ ഫലവൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളയും. നല്ല തെങ്ങും മാവും പ്ലാവും ഒക്കെ വെട്ടിക്കളഞ്ഞാൽ ഒരു കഷ്ടം ആലോചിച്ച് നോക്കി. ഫലവൃക്ഷങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് നല്ല വയലുണ്ടല്ലോ, കൃഷിഭൂമി, അത് മുഴുവൻ മണലിട്ട് നികത്തിക്കളെ പോവും. ഇത്രയായി മനുഷ്യന് ഒരു നിവൃത്തിയില്ലാതാകുമ്പോൾ ഈ സെൻഹെരീബ് എന്ന അശൂർ രാജാവ് ഒരു വലിയ സൈന്യമായിട്ട് വരും. പക്ഷെ ഇദ്ദേഹം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വർണം കൊണ്ടുള്ള സിംഹാസനമുണ്ട്. മുഴുവൻ തങ്കം കൊണ്ട് സിംഹാസനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അന്ന് ഈ സെൻഹെരീബ്. അപ്പോൾ ഈ പുള്ളി സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കത്തുള്ളൂ, വേറെ കസേരയിലും പിന്നെ സ്റ്റൂളയിലും പിന്നെ ബെഞ്ചിലൊന്നും ഇരിക്കത്തില്ല. ഫുൾ ടൈം പുള്ളി സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കത്തുള്ളൂ. പുള്ളിയുടെ പടയാളികൾ ഈ സിംഹാസനത്തിൽ പുള്ളിയെ പൊക്കിക്കൊണ്ട് വരുന്നത്. വന്ന് ശത്രുരാജ്യത്തിൻ്റെ മതിലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വരും. വന്നിട്ട് ഇയാളുടെ ആൾക്കാർ വിളിച്ച് ഇയാളുടെ സ്തുതിഗീതം അങ്ങോട്ട് പറയും. എന്നിട്ട് പട്ടണവാസികളോട് പറയും, നിങ്ങളുടെ കാര്യം ചെയ്യുക, ജീവൻ വേണമെന്നുള്ളവർക്ക് ഇറങ്ങി വരാം, ഞാൻ നിങ്ങളെ എൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും. എന്തിനാ? അടിമപ്പണി ചെയ്യാൻ വേണ്ടി. ഇനി ഇറങ്ങി വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പടയാളികൾ അങ്ങോട്ട് കയറും. ഇവർ ചെയ്യുന്ന ക്രൂര പണികളോടെ ഒന്ന്, ആരെങ്കിലും ഇവർക്കെതിരായിട്ട് സംസാരിച്ച അയാളുടെ നാക്കം കണ്ടിച്ചു കളയും. അയാൾക്കെതിരായിട്ട് കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിക്കളയും. ഇനി കീഴടങ്ങാത്തവനെ പിടിച്ചിട്ട് കംപ്ലീറ്റ് തൊലി അങ്ങ് ഉരിക്കും ജീവനോടെ. പുറംതൊലി മാത്രം ഉരിച്ചു കളഞ്ഞിട്ട് മനുഷ്യൻ അങ്ങ് വിടും. ഇനി പ്രായമുള്ള മനുഷ്യനാണെന്നുണ്ടല്ലോ, നല്ല കുറ്റി ഉണ്ടല്ലോ, മൂർച്ചയുള്ള കുറ്റി,
കൊണ്ട് ഈ നിലത്തിങ്ങനെ നാട്ടിയിട്ട് ഈ കുറ്റിയിലോട്ടങ്ങ് ഇരുത്തും. വാസനത്തിൽ നിന്ന് കുറ്റി മേപ്പോട്ട് കയറിക്കോളും. അവിടെ ഇരുന്നോളം പറയും. നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ, എന്തോരു ക്രൂരതയാ! അശൂർ ലോകത്തോട് ചെയ്ത പോലെ, മനുഷ്യനോട് ചെയ്ത പോലെ ക്രൂരത ലോകത്തിൽ ഒരു രാജ്യവും വേറൊരു രാജ്യത്തെ ആളുകളോട് ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ അശൂർ വളരെ കുപ്രസിദ്ധമാണ്. വെരി വെരി നൊട്ടോറിയസ്. അവർ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പം പാവം സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും അടങ്ങുന്ന ആളുകൾ ഇറങ്ങി വന്ന് ഇവർ രാജ്യം വരെയും നടന്ന് അവിടെ പോയി അടിമകളായി ജീവിച്ച് അവിടെ ചത്തു വീഴും. ഇതാണ് അശൂരിന്റെ വിനോദം. അത് ലോകം മുഴുവൻ കുപ്രസിദ്ധം. എല്ലാ ലോകത്ത്, അന്നത്തെ ലോകത്ത് എല്ലാവർക്കും അറിയാം അശൂരിനെ പറ്റി. ഇവിടെ സംഭവിച്ചത് ഇതേ കാര്യം അശൂർ രാജാവായ സെൻഹെരീബ് യഹൂദിയോട് ചെയ്തു. ഒന്നാമത് യെരുശലേം വെള്ളമില്ലാത്ത നഗരമാണ്, പുറത്തുനിന്ന് വെള്ളം വരണം. ഇവരൊന്ന് ആദ്യം ശുദ്ധജലത്തിന്റെ സ്രോതസ് മുഴുവൻ അടച്ചു, ഫലവൃക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞു, മണ്ണിട്ട് വയൽ നികത്തി. കൃഷി ചെയ്യാൻ ഇടമില്ല, കൃഷി നശിച്ചുപോയി. വിത്ത് പോലും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ പട്ടണത്തെ നിരോധിച്ചു. അവിടെ മുഴുവൻ വിശപ്പും ദാഹവും. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ സംഭവത്തിന്റെ പ്രാധാന്യത വളരെ കൂടുതലായതുകൊണ്ട് 3 സ്ഥലങ്ങളിൽ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്കതെല്ലാം വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ല, പക്ഷെ നിങ്ങളത് വായിക്കണം നിശ്ചയമായിട്ട്. ഒന്ന്, ഈ 2 രാജാക്കന്മാർ 18ഉം 19ഉം അധ്യായം മുഴുവൻ വായിക്കണം. 2 രാജാക്കന്മാർ 18ഉം 19ഉം അധ്യായങ്ങൾ. അതിനുശേഷം 2 ക്രോണിക്കിൾസ് 30 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ വായിക്കണം. പിന്നെ യെശയ്യാപ്രവചനം 38ഉം 39ഉം അധ്യായങ്ങൾ വായിക്കണം. ഈ 3 ഡിറ്റോവായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സംഭവം. കാര്യം അത്ര പ്രാധാന്യം അറിയിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇയാൾ വന്നു, മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി എന്ത് ചെയ്തു? എബ്രായ ഭാഷയിൽ, ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. യെരുശലേമിൽ താമസിക്കുന്ന യഹൂദന്മാരെ, നിങ്ങളോടൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ ഇറങ്ങി എൻ്റെ അടുത്ത് വരണം. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളെ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാം. ഈ ശത്രുവിന് എപ്പോഴുള്ള ആഗ്രഹം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളുണ്ട്, അവിടുന്ന് വിട്ട് ശത്രു ആഗ്രഹിക്കുന്ന ഇടത്ത് ചെല്ലണമെന്നാണ്. വിശുദ്ധ വേദപുസ്തകം പൊരുൾ തിരിക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ പണി ഞാൻ നിർത്തിയിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും ഞാൻ ചെല്ലണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പല ഓഫറുകളും എൻ്റെ അടുത്ത് വെക്കാറുണ്ട്. ഇത് നിർത്തിയിട്ട് മറ്റു പല കാര്യങ്ങൾക്കും പോകുന്നതിന് വേണ്ടി. ദുഷ്ടൻ അങ്ങനെ. ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ നിന്ന് നമ്മളെ പറിച്ച് എറിഞ്ഞു കളയുക. കാര്യം, where God has placed you, if you happen to stand there firm, then nobody can touch you. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഇടത്ത് നീ വിശ്വസ്തനായി നിൽക്കുകയാണെങ്കിൽ നിന്നെ തൊടാൻ ദൈവം ഒരുത്തനെ അനുവദിക്കത്തില്ല. കാരണം ദൈവമാണ് നിന്നെ അവിടെ ആക്കിയത്. ദൈവമാണ് നിനക്ക് ശുശ്രൂഷ തന്നത്. ദൈവമാണ് നിനക്ക് ജോലി തന്നത്. ദൈവമാണ് നിനക്ക് വാസസ്ഥലം തന്നത്. ദൈവമാണ് നിന്നെ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പറിച്ചു നട്ടത്. ദൈവമാണ് നിന്നെ ഒരിടത്താക്കിയത്. ദൈവമാണ് നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. അതിൽ നീ വിശ്വസ്തയോടെ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്നെ തൊടുവാൻ ദൈവം ഒരുത്തനെയും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പറയും, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത്. യെസ്. ഇപ്പോൾ ശത്രുവിൻ്റെ ആഗ്രഹം കണ്ടോ? ഇവരിവിടെ നിന്ന് പോകണം. എന്നിട്ടോ ഐ ഹാവ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു എന്നാ. ഐ ഹാവ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. എനിക്ക് എന്തെല്ലാം വലിയ പദ്ധതികളാണ് നിങ്ങളെ പറ്റിയുള്ളതെന്നറിയാമോ? എന്തോ പദ്ധതി? ദുഷ്ടന്റെ പദ്ധതി മുഴുവനും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, മോഷ്ടിക്കുവാനും
അറക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വന്നിട്ടില്ല. കള്ളൻ വരുന്നില്ല. ഞാനോ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്നിരിക്കുന്നു. അവർക്ക് ജീവനുണ്ടാകണം, അവർക്ക് സമൃദ്ധിയായ ജീവനുണ്ടാകണം. അതിനാണ് ഞാൻ വന്നത്. അപ്പം എ ബെറ്റർ ഓപ്ഷൻ ഫോർ യു, ഇതാ സാത്താൻ എപ്പോഴും പറയുന്നത്. ഇനി അതിന് നീ വഴങ്ങിയില്ലെങ്കിലോ, ഞാൻ നിന്നെ കടിച്ചു കീറിക്കളയും. ഞാൻ നിന്നെ കടിച്ചു കീറിക്കളയും. അപ്പം ഈ മതിലിന്റെ മുകളിലൂടെ ഇതിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. യെരൂശലേം ആളുകൾ മുഴുവൻ പരവശരായ. കാര്യം അവർക്കറിയാം തീർന്നു പോയി, ഇതോടെ തീർന്നു നമുക്കറിയാം. ഹിസ്കിയാവുന്ന രാജാവ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ധീരനാന്ന് ഭാവിക്കുകയും ചെയ്യും, മഹാഭീരുവ, മിടുക്കനാന്ന വിചാരം, കയ്യിൽ മുഴുവൻ മണ്ടത്തരമാണ്. എന്താ ചെയ്യുക? എന്നിട്ട് അവർ പറഞ്ഞു, അപ്പൊ ഈ സെൻഹേരീബ് പറഞ്ഞു, പിന്നെ ഹിസ്കിയാവ് നിങ്ങളോട് പറയും, ദൈവജനമേ പേടിക്കണ്ട, നമ്മുടെ ദൈവം നമ്മളെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. പറഞ്ഞു, എടാ, എൻ്റെ കയ്യിൽ നിന്ന് വരെ ഒരു ദേവനും ആ ദേവന്റെ ജനത്തെ രക്ഷിച്ചിട്ടില്ല. എന്നിട്ട് കുറേ രാജ്യങ്ങളിൽ അശൂർ രാജാക്കന്മാർ കീഴടക്കി നശിപ്പിച്ച കുറേ രാജ്യങ്ങളിൽ ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, ഇവരെ ആരെയും അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവരുടെ ദേവന്മാർ രക്ഷിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം, പിന്നെയും നിങ്ങളുടെ ദൈവത്തിന് അഥവാ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നിരിക്കട്ടെ, പക്ഷെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയാമോ? ഈ സെൻഹെരീബ്, ഈ ഹിസ്കിയാവ്, നിങ്ങളുടെ രാജാവ് ഒരിക്കൽ വന്ന് ഞങ്ങളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയവനാ, ഞങ്ങളുമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കിയവനാ. അവനെ ഇനി നിങ്ങളുടെ ദൈവം രക്ഷിക്കും. നിങ്ങളുടെ ദൈവത്തെ കളഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ അടുത്ത സഹായത്തിന് വന്നത്? അവനെ ഇനി ദൈവം രക്ഷിക്കുമോ? ആലോചിച്ച് നോക്കിയേ. ദുഷ്ടൻ ഇതാണ്. എൻ്റെ ഈ ബൈബിൾ സ്റ്റഡി ഇത്ര നേരം ശ്രദ്ധിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഉറപ്പായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാം. ജീവിതത്തിൽ ദൈവവൈതലായ ശേഷം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആരുമില്ല. ഇതാദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ദൈവം ഓരോ അകൃത്യവും എണ്ണി 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 കണക്ക് പറയാൻ തുടങ്ങിയാൽ, ദൈവമേ, അങ്ങ് അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ തിരുമുമ്പാകെ നിൽക്കാവുന്നവനാർ. ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ ദയ ഭക്തന്മാരോട് വലുതാ. നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ടത്തരങ്ങള്, പോഷത്തരങ്ങള്, ആ പോഷത്തരത്തിൽ നമ്മൾ കാണിക്കുന്ന അകൃത്യങ്ങള്, ഇത് മുഴുവൻ എഴുതി വെച്ച് ദൈവം കണക്ക് ചോദിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാൻ ആർക്ക് കഴിയും? പക്ഷേ അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ ജനത്തിൽ ശേഷിപ്പുള്ളവരുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്യുന്ന അങ്ങയോട് സദൃശനാരുള്ളൂ. അങ്ങനെ മലാഖി പ്രവാചകൻ പറയുന്നത്. അപ്പം ഞാൻ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ട് പറയല്ല. തെറ്റ് സ്വാഭാവികമാണ്. പെട്ടെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് ആ കാര്യം തുറന്നു പറയണം. കാരണം തൻ്റെ അകൃത്യങ്ങളെ മറച്ചു വെക്കുന്ന ഒരു ശുഭം വരികയില്ല. തൻ്റെ തെറ്റുകളെ മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല. അതിനെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദുഷ്ടൻ നമ്മുടെ കഴിഞ്ഞ ആളുകൾ നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. പുള്ളി വലിയ ഹിസ്റ്റോറിയനാണ്.
കഴിഞ്ഞകാല സംഭവങ്ങൾ. ഈ ലിസ്റ്റുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്, എടാ നീ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണടച്ചില്ല, എല്ലാവരും കൈയടിച്ചപ്പോൾ നീ ശബ്ദം ഉയർത്തി കൈയടിച്ചില്ല, നീ സ്തോത്രം പറഞ്ഞില്ല, നീ ഉപവാസം എടുത്തില്ല, നീ ദശാംശം മുഴുവൻ കൊടുത്തില്ല, നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. നമ്മുടെ തെറ്റുകളുടെ വലിയൊരു ലിസ്റ്റുമായിട്ട് ആണ് സാത്താൻ വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കാരണം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകൾ മുഴുവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ദൈവമക്കളായ നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, നമ്മുടെ പ്രശംസ, നമ്മുടെ വിശ്വാസം ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് he wants to kill our joy. The devil is a joy killer. The devil is a joy killer. സന്തോഷം നശിപ്പിച്ചു കളയുന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഈസ് എ ജോയ് കില്ലർ, ഈസ് എ ഹിസ്റ്റോറിയൻ. ഞാനൊരു കാര്യം ദൈവക്കളോട് വളരെ കൃത്യമായിട്ട് പറയാം. അത് ഞാനും എൻ്റെ അപ്പനും തമ്മിൽ തീർത്തോളാം. സാത്താൻ്റെ പറയും ഞാനും എൻ്റെ അപ്പനും തമ്മിൽ തീർത്തോളാം. കുറേ കൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ, എന്നെ നീതീകരിക്കുന്ന ഒരു രക്തത്തിൻ്റെ അടിയിലാണ് ഞാൻ. എന്നെ നീതീകരിക്കുന്ന ഒരു ചോരക്കടിയിലാണ് ഞാൻ. നീ അതിനെപ്പറ്റി വറിയിടാകേണ്ട ആവശ്യമില്ല. ഇനിയും നിനക്ക് ഒരുപാട് വറി ചെയ്യണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സാത്താനെ നീ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ആലോചിക്കണം. എന്താ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കേണ്ടത്? എൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിന്റെ കാൽ കീഴെ ചവിട്ടിക്കളയും. ഈ സാത്താൻ്റെ ഈ തല അവസാനം ദൈവത്തിൻ്റെ കാൽ കീഴ് വന്നു കിടന്ന് ചവിട്ടുകൊള്ളാനുള്ളതാണ്. സാത്താനെ, നിനക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെപ്പറ്റി വേണ്ട. കാരണം എൻ്റെ കാര്യം തീർക്കാൻ വേണ്ട ആൾ സ്വർഗത്തിലുണ്ട്. യോ പറഞ്ഞു, എൻ്റെ സാക്ഷ്യ സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും. എന്നാണ് നമുക്ക് എത്ര അധികം പ്രശംസയോടെ പറയാൻ കഴിയും? എന്നെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ആൾ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കാര്യത്തിൽ പറയിടാകണ്ട. നിന്റെ തലയ്ക്കെന്തോ സംഭവിക്കുമെന്ന് ഓർത്ത് നീ അതിനെപ്പറ്റി ഭാരപ്പെട്ടാൽ മതിയെന്ന്. ഹിസ്കിയാവ് വന്നു, യഹോവയുടെ സന്നിധിയിൽ വന്നു, കരഞ്ഞു. ദൈവം പ്രവാചകനായ യെശയ്യാവിനെ വിട്ടു പറഞ്ഞു, നീ അവനെപ്പറ്റി ഒന്നും വിഷമിക്കണ്ട, ഞാൻ ആ കാര്യം കൈകാര്യം ചെയ്തോളാമെന്ന്. യെശയ്യാവ് അതൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ മതിലിന്മേൽ നിന്ന് കേട്ട വെല്ലുവിളി ഹിസ്കിയാവിനെ ആഴത്തിൽ മുറിക്കുന്നതാണ്. ഹിസ്കിയാവേ, ഈ വെല്ലുവിളികളുടെ മുമ്പിൽ നിനക്ക് വല്ല മറുപടിയും പറയാനുണ്ടോ? ക്രിസ്തീയ ജീവൻ ചിലപ്പോൾ അങ്ങനെ നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ലായിരിക്കും. എൻ്റെ ഗ്രാൻഡ് ഫാദർ വേട്ടവല്ലി ഫിലിപ്പോസ് സ്വദേശി എഴുതിയ പാട്ടുകളിൽ എന്നെ ഒരുപാട് പിടിച്ചു കുലുക്കുന്ന പാട്ടുകളുണ്ട്. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം. ഇതാ ക്രിസ്ത്യ ജീവിതം. ചില സമയത്ത് നമുക്ക് അതുപോലും കഴിയത്തില്ല. മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നിന്ന് ഉരുകുന്ന അനുഭവങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലാത്ത ദൈവമക്കൾ ചുരുക്കമാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും അങ്ങനെ പോയി കാണിക്കുന്ന നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയുള്ള അനുഭവം കൂടെ പോയിട്ടില്ലാത്ത ദൈവമക്കൾ ചുരുക്കമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഹിസ്കിയാവ് വസ്ത്രം കീറി ദൈവസന്നിധി കരയാൻ തുടങ്ങി. ദൈവസന്നിധി വിട്ട് കരയുക.
പാവിട്ട് കരയുക. ഈ പട്ടണം, ഈ ജനം, ഈ ആലയം, ഇതെല്ലാം ഓർത്തുള്ള കരച്ചില്ല ഹിസ്കിയാവിന്. അതിഭയങ്കര കരച്ചില്ല. ദൈവത്തിന് മനസ്സിലായി ഹിസ്കിയാവിനോട് മറുപടി പറയണം. എന്തുകൊണ്ട് എന്തുകൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടി ആര് മറുപടി പറയും? യെസ്, എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി മറുപടി പറഞ്ഞില്ലെങ്കിൽ, എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി മറുപടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ആര് മറുപടി പറയും? ആര് മറുപടി പറയും? That's a question. That's a serious question. ദൈവം വന്നിട്ടാണ് വളരെ ദൂരെ നിന്നൊരു മറുപടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റന്റ് ആൻസർ എന്നതിൻ്റെ അർത്ഥം. ഡിസ്റ്റന്റ് ആൻസറാണ്. ദൈവം പറഞ്ഞു, ഓക്കെ, അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തു, വചനമാവിത്: സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു. യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകും നിന്ദിച്ച് ദുഷിക്കുന്നത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെ അല്ലയോ? യെസ്, ഹിസ്കിയാവ് ആരെയാ, സെൻഹരീബ് ആരെയാ വെല്ലുവിളിച്ചത്? ഹിസ്കിയാവിനെ. സെൻഹരീബിനും ഹിസ്കിയാവിനും ഇടയ്ക്ക് ഇപ്പം മൂന്നാമതൊരാൾ വന്നു. ആരാ മൂന്നാമൻ? ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഷഡ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി നാലാമനായി വന്നവൻ. സകല ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശയുടെ നീണ്ട കാൽവെപ്പുകളുമായി യെരൂശലേം നഗരം വിട്ട് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ മൂന്നാമനായി ചേർന്ന് നടന്നവൻ ഹിസ്കിയാവിനും സെൻഹേരീബിനും ഇടയ്ക്കിറങ്ങി വന്നു. ആർക്കു വേണ്ടി സംസാരിക്കാൻ? ഹിസ്കിയാവിന് വേണ്ടി സംസാരിക്കാൻ. ആരോട്? സെൻഹേരീബിനോട് സംസാരിപ്പാൻ. എന്താ അങ്ങനെ വരാൻ കാരണം? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. നീ എത്ര ബലഹീനനാണ് നിന്നെ വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിൽ എന്ന് നീ വിചാരിച്ചേക്കാം. പക്ഷെ അവൻ നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. കാരണം നിനക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ബലവാനായി ഇറങ്ങി വന്നിരിക്കുക. ഇവിടെ തിരിച്ചൊരു വെല്ലുവിളിയാ. ആരാരെ? ഹിസ്കിയാവിന് വേണ്ടി സെൻഹേരീബിനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ദാ സിയോൻ പുത്രിയായ കന്യക നിന്നെ പരിഹസിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സെൻഹേരീബേ, നീ ഒരു പരിഹാസപാത്രമായി തീരും. അത്രേ ഉള്ളൂ. നീ ഒരു പരിഹാസപാത്രമായി തീരത്തേ ഉള്ളൂ. എന്നിട്ട് ദൈവം ഹിസ്കിയാവിനോട് പറഞ്ഞു, ഹിസ്കിയാവ് ഇതിനൊക്കെ കരഞ്ഞു നോക്കിയ ഹിസ്കിയാവിനോട് പറഞ്ഞു, അവൻ ഇവിടെങ്ങും വരത്തില്ല, അവൻ ഇവിടെ ഒരമ്പെയ്യത്തില്ല. എൻ്റെ ദാസനായ ദാവീദ് നിമിത്തം ഞാൻ ഈ നഗരത്തെ സൂക്ഷിക്കും. എൻ്റെ ദാസന്മാരായ നിന്റെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാഗ്ദത്തം നിമിത്തം ഞാൻ ഈ നഗരത്തെ സൂക്ഷിക്കും. നീ പൊക്കോളം പറഞ്ഞു. ദൈവം അങ്ങനെ, ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ദൈവം പറയത്തില്ല.
എന്താ പറയാത്തത്? ദൈവം പറയുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. God is a person of greater action and less words. നമ്മൾ അങ്ങനല്ല. മോർ വേർഡ്സ് ആൻഡ് ലെസ് ആക്ഷനാ. നമുക്ക് പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തികളൊന്നുമില്ല. ദൈവം അങ്ങനല്ല. പ്രവൃത്തി കൊണ്ടാ തൻ്റെ ശക്തി തെളിയിക്കുന്നത്. അതുകൊണ്ട് എന്തെന്നറിയാമോ? ദൈവം പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. ഈ നീ പൊക്കോളാനൊക്കെ ദൈവം പറയുമ്പോഴും ഹിസ്കിയാവ് ഇങ്ങനെ ആകപ്പാടെ പേടിച്ച് നിൽക്കുക. എൻ്റെ സ്ഥിതി എന്താകും? എൻ്റെ സ്ഥിതി എന്താകും എന്ന് പറയാൻ കാര്യം, സെൻഗരീബ് അങ്ങ് പോയി എന്നിരിക്കട്ടെ, അത് ഓടിച്ചു വിട്ടാൻ പോയി. പക്ഷെ പ്രോബ്ലം എന്തെന്നറിയാമോ? കുറേ നാളായി, വർഷങ്ങളായി ഉപരോധം തുടങ്ങിയിട്ട്. രാജാവിൻ്റെ ഭണ്ഡാരത്ത് തുടങ്ങി രാജ്യത്തൊരിടത്തും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയില്ല, കുടിവെള്ളമില്ല, ഒന്നുമില്ല. എന്തോ അതിനൊക്കെ ഒരു പരിഹാരം. ഇനി എവിടെ ചെന്ന് അടുത്ത നേരത്തെ ആഹാരം കഴിക്കും? ഹല്ലേലൂയ. ഞാൻ ദൈവങ്ങളോടൊരു കാര്യം പറയാം. നിന്റെ ശൂന്യമായി പോയ കലവും ശൂന്യമായി പോയ ബാങ്ക് അക്കൗണ്ടും ശൂന്യമായി പോയ നിക്ഷേപങ്ങളും നിന്റെ ശൂന്യത മുഴുവൻ അറിയാവുന്ന ഒരു കർത്താവാ നിന്റെ കർത്താവ്. നിന്റെ സകല ശൂന്യതകളും, നിന്റെ ഇല്ലാഴികകളും, your emptiness and your helplessness നിന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. your emptiness and your helplessness, നിന്റെ ശൂന്യതയും നിന്റെ നിസ്സഹായതയും നിന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് കർത്താവ് എന്തറിയാമോ? he started addressing that first. പ്രാർത്ഥനയിൽ അതില്ല. പക്ഷേ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്കും മറുപടിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. ഇതുവരെ പ്രാർത്ഥനയിൽ വെച്ചിട്ടില്ലാതെ ഹൃദയത്തിൽ നൊമ്പരമായി കിടക്കുന്ന വിഷയങ്ങളുണ്ട്. ഹൃദയത്തിൽ നൊമ്പരമായി കിടക്കുന്ന വിഷയങ്ങൾക്കും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. കാരണം നമ്മുടെ വിചാരങ്ങളെ ദൂരത്തുനിന്ന് അറിയുന്ന ദൈവമാണ്. ദൂരത്ത് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ഗ്രഹിക്കുന്ന കർത്താവാ. അതുകൊണ്ട് അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞു. അതിനുള്ള മറുപടി ആദ്യം പറയാം. നമുക്ക് ആ മറുപടി ഒന്ന് നോക്കാം. Then let's come to the next one. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, 29-ാം വാക്യത്തിൽ ദൈവം പ്രശ്നപരിഹാരം പറയാം. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും. ഹിസ്കിയാവേ, ഞാൻ ഒരു അടയാളം നിനക്ക് പറയാൻ പോവാം. എന്തോ അടയാളം എന്നറിയാമോ? ഈ സെൻഹരീബിന് എന്ത് സംഭവിക്കുന്നുള്ളതല്ല, അശൂരിന് എന്ത് സംഭവിക്കുന്നുള്ളൂ, നീ അതിനെ പറ്റി ഒന്ന് പറയടാണ്ട. ഞാൻ ഒരു അടയാളം പറയാൻ പോവാം. എന്നറിയാം അടയാളം? ഈ ആണ്ടിൽ പടുവിത്ത് വിളയും. ഈ ആണ്ടിൽ പടുവിത്ത് വിളയും. നിന്റെ മണ്ണിൽ നീ വിതച്ചിട്ട് ശത്രു മണലിട്ട് നികത്തി കളഞ്ഞ് പട്ടുപോയ നിന്റെ വിത്തുകൾ ഈ വർഷം മുളച്ചു വരും. ഈ ആണ്ടിൽ പടുവിത്ത് വിളയും. അതാ ഈ വർഷത്തെ നിന്റെ അടയാളം. ഈ ആണ്ടിൽ പടുവിത്ത് വിളയും. രണ്ടാം ആണ്ടിൽ തന്നെ കിളിർത്ത് വിളയും.
ഹിസ്കിയാവേ, നീ വിതയ്ക്കാത്തത്, നീ അധ്വാനിക്കാത്തത്, നീ പ്രയത്നിക്കാത്തത് ദൂരത്ത് നിന്ന് ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവരും. നീ വിതയ്ക്കാത്തത് അടുത്ത കൊല്ലം വരും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. തേർഡ് ഇയർ. യെസ്, ഹിസ്കിയാവേ, ഇതാ എനിക്കുള്ള മറുപടി. ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളോട് ഞാൻ നിങ്ങളോട് തൊട്ട് ഒരു കാര്യം പറയാൻ പോവാ. 2026 2026 പടുവിത്ത് വിളയുന്ന വർഷമായിരിക്കണം. പട്ടുപോയി എന്ന്, ശത്രു നശിപ്പിച്ചു കളഞ്ഞെന്ന്, കൈവിട്ടുപോയി, ഇനി തിരിച്ചു വരത്തില്ല, തീർന്നുപോയി എന്ന് നീ വിചാരിച്ച് കൈവിട്ട് ചില വിഷയങ്ങൾ പടുവിത്ത് പോലെ 2026 നിന്റെ ജീവിതത്തിൽ തിരികെ കിളിർത്ത് വരും. 2026 ഈ വർഷത്തിന് പ്രത്യേകതയുണ്ട്. ജൂയിഷ് കലണ്ടറിൽ ഇറ്റ്സ് ഇയർ ഓഫ് റെവലേഷൻ എന്ന് പറയുന്നത്. മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെട്ട് വരേണ്ട വർഷമാണിത്. ഇതുവരെ നിനക്ക് കാണാൻ കഴിയാത്തതും അനുഭവിക്കാൻ കഴിയാത്തതും, സ്വപ്നം കാണാൻ കഴിയാത്തതുപോലെ ശത്രു മറച്ചു കളഞ്ഞ, പട്ടുപോയെന്ന് നിന്നോട് കള്ളം പറഞ്ഞ ആ പ്രയത്ന ഫലങ്ങളൊക്കെ 2026 കിളിർത്തു വരും. കർത്താവിൻ്റെ വരവ് ഈ വർഷം നടന്നില്ലെങ്കിൽ 2027 നീ അധ്വാനിക്കാത്ത ചിലത്, നീ വിതയ്ക്കാത്ത ചിലത്, നീ പ്രയത്നിക്കാത്ത ചിലത്, നിന്റെ അല്ലാത്ത ചില പ്രയത്നങ്ങളിൽ നിന്ന് നിനക്കൊരു കൊയ്ത്തുണ്ടാകും. നിനക്കൊരു കൊയ്ത്തുണ്ടാകും 2027. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 2028 3-ാമത്തെ വർഷം, ദ തേർഡ് ഇയർ, നീ വിതച്ച് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൽ നിന്ന് നീ ഫലം അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ബൈബിൾ സ്റ്റഡി എത്ര പേര് കേൾക്കുന്ന എനിക്കറിയത്തില്ല, എത്ര പേർക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയത്തില്ല. നീ നിൽക്കുന്ന ദൈവസന്നിധിയിലാണെങ്കിൽ, നീ വസ്ത്രം കീറിയതും കരയുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ, നീ കേൾക്കുന്നതും മുഴുവനും ശത്രുവിൻ്റെ വെല്ലുവിളികളാണെങ്കിൽ, നിന്റെ കാതിൽ മുഴങ്ങുന്നതിനും മറുപടിയില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ, വേദഭാഗം എടുത്ത് വായിക്കണം. അത് എന്നോടുള്ള ദൂതാണെന്ന് പറയണം. എനിക്കിത് വേണം. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് പ്രാവർത്തികമാക്കണം. ഹിസ്കിയാവിനോട് മാത്രമല്ല, എക്കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ഊവ് ഊവ് എന്ന് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊവ് ഊവ് എന്ന് ഇരിക്കുന്നു. യെസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. 2026 പടുവിത്ത് വിളയും. 27 വിതയ്ക്കാത്തത് കൊയ്യും. 28 നീ പുതിയ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ, പുതിയ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. ഇത്തരം പറഞ്ഞ് ഹിസ്കിയാവിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ദൈവം സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ വായിക്കുന്നത്
കുറച്ച് താഴോട്ട് വരുമ്പോൾ എൻ്റെ 35-ാമത്തെ വാക്യത്തിൻ്റെ ഭാഗത്താണ്. യെസ്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരൊക്കെയും എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ദാറ്റ് നൈറ്റ്, ഏത് രാത്രി? ഹിസ്കിയാവ് കരഞ്ഞ രാത്രിയിൽ. ഒരു ദൂതൻ, ഒറ്റ ദൂതൻ മതി. അശ്ശൂർ പാളയത്തിൽ ഒറ്റയടി, ഒരുപാട് അടിയൊന്നും വേണ്ട, ഒറ്റയടി 1,85,000 വീരന്മാർ പട്ടുപോയി. അവരെ കുഴിച്ചിടാൻ ആളില്ലായിരുന്നുകൊണ്ട് ഹിസ്കിയാവ് സെൻഹരീബ് രാവിലെ എഴുന്നേറ്റപ്പോൾ പട്ടാളക്കാരെല്ലാം ചത്തുപോയി. ബാക്കിയുള്ള 2-3 നേരം കൊണ്ട് അവൻ തിരിച്ചുപോയി. അവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മകൻ തന്നെ അവനെ കൊന്നു. ഫിനിഷ്ഡ്. കഥ അവിടെ കൊണ്ട് തീരുന്നില്ല. കഥ എവിടെ തീരുന്ന ഞാൻ പറയാൻ പോവാ. കഥ തീരാൻ പോതെ ഇത് 702 BC നടക്കുന്ന കാര്യമാണ്. 612 BC മൈറ്റി ബാബിലോൺ എന്ന വലിയ എംപയർ ഉണ്ടായി. വലിയ എംപയർ ഉണ്ടായിട്ട് ബാറ്റിൽ ഫോർ നിനവെ എന്നുള്ള സുപ്രസിദ്ധമായ യുദ്ധത്തിൽ ബാബിലോണിയൻസ് വന്നിട്ട് ജീവനോടിരുന്ന അശൂരിലെ പടയാളികളെയും പുരുഷന്മാരെയും മുഴുവൻ പിടിച്ച് കാസ്ട്രാക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ കാളെ വണ്ടിയെ കെട്ടുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, എൻ്റെ പ്രത്യുത്പാദന ശേഷി നഷ്ടപ്പെടുത്തി കളയുന്ന. മുഴുവനത്തിനെ കാസ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. അശൂരിന് പ്രത്യുത്പാദനം നടത്താൻ, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പിന്നെ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇനി ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാ. മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം മുകളിലോട്ട് പൊങ്ങി. യൂഫ്രട്ടീസ് നദി വഴി വെള്ളം പൊങ്ങി. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥാപിച്ചിരുന്ന അതിഗംഭീരമായ അശൂരിന്റെ ക്യാപിറ്റൽ നിനവെ മുഴുവൻ, അവന്റെ കെട്ടിടവും അവന്റെ സ്ഥാപന ജങ്കര വസ്തുക്കൾ സകലതും വെള്ളത്തിനടിയിൽ പോയി. ഇപ്പോഴും അവിടെ കിടക്കുക. അശൂരിൻ്റെതെന്ന് പറയാൻ ഒരു പിടി മണ്ണ് ഇന്ന് ഈ ഭൂമിയിൽ ബാക്കിയില്ല. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി, അവന്റെ പരിശുദ്ധനായ ഒരു ജ്വാലയായി ഒറ്റ ദിവസം കൊണ്ട് അശൂർ പടയാളികൾ മുഴുവൻ തീർന്നുപോയി. നിങ്ങൾ ഇന്നത്തെ വേൾഡ് മാപ്പ് എടുത്തിട്ട് അത് മുഴുവൻ നോക്കണം. അശൂർ എന്ന് പേരെഴുതി ഏതെങ്കിലും രാജ്യം ഉണ്ടോന്ന്. അങ്ങനെ പേരെഴുതി ഒരു കമ്പെ കുത്തി അവിടെ വെക്കാൻ ഒരു നുള്ളു മണ്ണ് അശൂരിൻ്റെത് ഇന്ന് ഈ ഭൂമിയിൽ ബാക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഇന്നും ആ നാട്ടിലുണ്ട്. ഇനി ഞാൻ എൻ്റെ ടോക്ക് തുടങ്ങിയപ്പം ഡേവിഡ് റോൾസിനെ പറ്റി പറഞ്ഞല്ലോ. ഡേവിഡ് റോൾസ് മാന്തി യെരുശലേം നഗരത്തിന്റെ കവാടത്തിലെത്തി വലിയൊരു ശ്മശാനം കിടക്കുന്നു. ശ്മശാനം കിടക്കുമ്പം ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ കിടക്കുക, ശവങ്ങള്, ഫോസിൽസ്, മുഴുവൻ പുരുഷന്മാരാ, സ്ത്രീകളാരുമില്ല. ഇതെങ്ങനെ ഇങ്ങനെ വന്നത്? അവരുടെ സ്ട്രക്ചർ നോക്കിയപ്പോൾ അവരാരും യഹൂദന്മാരല്ല, വേറൊരു നാട്ടുകാരെന്ന് മനസ്സിലായി. എണ്ണിയപ്പോൾ എത്രയുണ്ട്? 1,85,000. ഇതെവിടുന്ന് വന്നതാ? 1,85,000 അശൂർ പടയാളികൾ പട്ടുപോയതാ. അല്ലല്ലേ, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി.
അവൻ്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായി അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ എൻ്റെ ഈ ചെറിയ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കുക. ഈ ആണ്ടിൽ 2016 പടുവിത്ത് വിളയും. പടുവിത്ത് വിളയും. യെസ്, അടുത്ത വർഷം ചില തനിയെ കേൾക്കാൻ തുടങ്ങും. ചില തനിയെ കേൾക്കുക. നീ വിതയ്ക്കാത്തത് കൊയ്യുന്ന ഒരു വർഷം നിന്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഇനി മൂന്നാമതൊരു വർഷം ഉണ്ടെങ്കിലോ പുതിയ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ. ഈ ദൈവജന ശുശ്രൂഷ കേട്ട ആളുകൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ദൈവം വരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമത്തിനായി സ്തോത്രം. അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. ഈ വചന ശുശ്രൂഷ കേട്ട അവിടുത്തെ മക്കൾക്കായി സ്തോത്രം. അനേക ഭാരങ്ങളുടെ വിഷയങ്ങളുടെ മുഖത്ത് മറുപടിയില്ലാതെ ഞരങ്ങുന്ന, മറുപടിയില്ലാതെ തകരുന്ന, ശത്രു പിഴും, കവർച്ചയാക്കും, പിടിച്ചുകൊണ്ടുപോകും, കൊള്ളയിടും, ഞാൻ കവർച്ചയായി പോകുമെന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ തകരുന്ന ദൈവമക്കളോട് അങ്ങേക്കൊരു മറുപടിയുണ്ട്. അങ്ങേക്കൊരു മറുപടിയുണ്ട്. അതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം 2026 പടുവിത്ത് അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവമക്കളുടെ വിഷയത്തിൽ അത് വിളഞ്ഞു വരുവാൻ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് താമസിച്ചാൽ അടുത്ത വർഷം തങ്ങൾ അധ്വാനിക്കാത്തത്, തങ്ങൾ വിതയ്ക്കാത്തത്, യെസ്, അതിന്മേൽ അരിവാള് വയ്ക്കുവാൻ, കൊയ്തെടുക്കുവാൻ ചില കരങ്ങളെ ഇന്ന് രാത്രി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അവിടുത്തെ വരവ് താമസിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വർഷം പുതിയ മുന്തിരിയുടെ അനുഭവങ്ങൾ, പുതിയ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ ഭക്ഷിപ്പാൻ അങ്ങയുടെ ജനത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനാരുടെ മേലും പ്രബലനാകാൻ അവിടുന്ന് അനുവദിക്കരുത്. ദുഷ്ടനാരുടെ മേലും ജയഘോഷം കൊള്ളുവാൻ അനുവദിക്കരുത്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് അവിടുന്ന് ഇരിക്കുന്ന വചനം അങ്ങയുടെ മക്കളുടെ മേൽ നിവർത്തിച്ചു കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ അടിനെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേട്ട എല്ലാം അവിടുന്ന് മക്കളെ അനുഗ്രഹിക്കുന്നു. തിരുനാമം അവരിലെല്ലാം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. Thank you everybody very much. May the Lord bless you. Bye.